Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ ഐഫോണിൻ്റെ ലീക്സ് ഇപ്പോൾ ചന്നം പിന്നെ ചവറ് പോലെ കുറേ ലീക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് തിരഞ്ഞെടുത്ത കുറച്ചധികം ഫൈനൽ ലീക്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഐഫോൺ 14ൻ്റെ ഏറ്റവും ഫൈനൽ ലീക്സ് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലെ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഐഫോൺ 14ൻ്റെ ഏറ്റവും ഫൈനൽ ലീക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഐഫോണിൻ്റെ നോച്ച് എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ കേട്ട പോലെ ഒരു പിൽ ഷേപ്ഡ് നോച്ച് ആയിരിക്കില്ല നമ്മുടെ ഐഫോണിലെ ഏറ്റവും ഫൈനൽ പ്രൊഡക്റ്റിൽ വരുന്നതെന്നാണ് കേൾക്കുന്നത്. നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടുള്ള ഒരു നോച്ച് ആയിരിക്കും ഈ പറയുന്ന ഐഫോൺ 14 പ്രോയിൽ നമുക്ക് കാണാൻ പോകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഐഫോൺ 10, 11, 12 ഈ പറഞ്ഞ എല്ലാ സീരീസുകളിലും നമുക്കൊരു പ്രൈവസി ടോഗിൾ കാണാൻ പറ്റും. അതായത് നമ്മൾ ക്യാമറയോ ഇൻസ്റ്റാഗ്രാമോ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഒരു ഓറഞ്ചോ ഒരു പച്ച കളറോ ഒരു കുഞ്ഞ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ ഐഫോൺ 14ൽ ഈ പറയുന്ന നോച്ചിൻ്റെ ഉള്ളിലായിരിക്കും. നമ്മുടെ ക്യാമറയും അതേപോലെ എല്ലാ സെൻസേഴ്സും ഈ ഒരു നോച്ചിൻ്റെ ഉള്ളിലായിരിക്കും ആപ്പിൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോച്ചിന് തൊട്ടപ്പുറത്തുള്ള ക്യാമറയുടെ കാര്യമാണ് നമ്മൾ രണ്ടാമത് പറയുന്ന ഏറ്റവും വലിയ ലീക്ക് എന്ന് പറയുന്നത്. ക്യാമറയിൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ ഐഫോൺ സീരീസിൽ മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഓട്ടോ ഫോക്കസിങ് ഉള്ള ഒരു ഐഫോണിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ക്യാമറയാണ് ഇപ്പോൾ ഐഫോൺ 14ൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അപ്പറേച്ചർ വാല്യൂവും ഈ പറയുന്ന ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലുണ്ടാവും. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ഐഫോൺ ഹിസ്റ്ററി തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ എവല്യൂഷൻ നടക്കുന്നത്. നമ്മുടെ 12 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പിൽ നിന്ന് 48 മെഗാ പിക്സലിലെ ക്യാമറയിലേക്കാണ് ആപ്പിൾ ജമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലൂ കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ആക്യുറേറ്റ് ആയിരിക്കാം. കാരണം ഒരു 50-50 ബൗണ്ടറിലാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഈ ഒരു ക്യാമറ ലീക്ക് ഇരിക്കുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ ഇവൻറ്റിൻ്റെ പോസ്റ്ററിൽ ഓരോ കൊല്ലവും ആപ്പിൾ ഒരു ഈസ്റ്റർ എഗ് ഒളിപ്പിച്ച് വെക്കാറുണ്ട്. നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയാം അതൊരു സാറ്റലൈറ്റ് ഫീച്ചറിൻ്റെ ഫോട്ടോ ആണ്, അല്ലെങ്കിൽ ആ ഒരു സാറ്റലൈറ്റ് ഫീച്ചറിൻ്റെ ആ ഒരു ഈസ്റ്റർ എഗ് ആണെന്ന്. പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത് അതുമാത്രമല്ല, ആപ്പിളിൽ ഈ പറയുന്ന 48 മെഗാ പിക്സൽ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം ആസ്ട്രോ ഫോട്ടോഗ്രാഫി നമ്മുടെ ഐഫോൺ 14ൽ പോസിബിൾ ആയിരിക്കും എന്നും കുറേ അധികം കൂട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഈ പറഞ്ഞ ഐഫോണിൻ്റെ ഒഫീഷ്യൽ റിലീസിന് ശേഷമായിരിക്കും നമുക്കറിയാൻ പറ്റുക. പിന്നീട് നമ്മുടെ ഈ പറയുന്ന തേർഡ് ലീക്ക് എന്ന് പറയുന്നത് സിം ട്രേഡ് ഒരു ലീക്കാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ ആ ഒരു കാര്യം നടക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ പറയുന്ന ഐഫോൺ ഇവിടെ നമുക്ക് ലഭിക്കണമെന്നില്ല. നമ്മുടെ പുറത്തൊക്കെ അതായത് US ഐഫോൺ എങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നത് വെച്ചാൽ ഐഫോൺ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ സൈറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാരിയർ സർവീസ് ആ ഒരു ആപ്പിൾ സൈറ്റിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൊറിസോണോ അല്ലെങ്കിൽ AT&Tയോ അങ്ങനെ ഏതെങ്കിലും ഒരു കാരിയർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിം അല്ലെങ്കിൽ ആ ഒരു പ്രൊവൈഡർ നമുക്ക് ഓൾറെഡി നമുക്കൊരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു എഗ്രിമെൻറ്റ് ത്രൂ ആണ് നമ്മൾ ആപ്പിൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഐഫോൺ 14 കംപ്ലീറ്റ്ലി US ഇറങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ ഐഫോണിൽ ഒരു ഫിസിക്കൽ സിം ട്രേ ഉണ്ടാവില്ല. നമ്മൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു സിം ക്യാരിയറായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് കയറി ആ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ ഈ സിം ഓൾറെഡി അസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഐഫോൺ 14 നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓൺലി ഫോർ US ആണ്. ഇന്ത്യയിൽ ആ ഒരു സംവിധാനമൊന്നും ഇപ്പോൾ നമുക്ക് വരില്ല. പിന്നീട് കേൾക്കുന്ന നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഐഫോണിൻ്റെ പേരിലുള്ള ഒരു മാറ്റം.
നമ്മുടെ ഐഫോണിൻ്റെ ലീക്സ് ഞാൻ പറയുമ്പോൾ 4 വേരിയൻറ്റിലാണ് ഈ പറഞ്ഞ ഐഫോൺ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞത്. iPhone 14, 14 Max, 14 Pro ആൻഡ് 14 Pro Max, ഈ 4 വേരിയൻറ്റിൽ. പക്ഷേ ഈ പറഞ്ഞ ഐഫോൺ മാക്സിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ iPhone 14 മാക്സിൻ്റെ പേര് മാറി iPhone 14 Plus എന്ന് പറഞ്ഞ ആ ഒരു പേരിലേക്ക് ഇത് ചിലപ്പോൾ ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ആപ്പിളിൻ്റെ ഫോണിൻ്റെ കേസിൻ്റെ ആക്സസറീസ് എന്നാണ് നമുക്ക് ഈ ഒരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു ആക്സസറീസിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ iPhone 14 Plus എന്നാണ്. അപ്പോൾ ഈ ഒരു പേര് നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വെച്ചാൽ വലിയൊരു കാര്യമൊന്നുമില്ല. പക്ഷേ ഐഫോണിൻ്റെ സീരീസിൽ പറയാൻ പറ്റുന്ന വേറൊരു ചേഞ്ചുള്ള ഒരു പേരാണ് ഈ പറയുന്ന iPhone 14 Plus എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും ഫൈനലായിട്ടും നമ്മളറിയുന്ന പുതിയ ലീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പർ ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പ് ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പറായിട്ടും മാറാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയി വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും ലീക്സും റൂമേഴ്സും പറയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.